ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പ്രശസ്ത നടി കനകലത അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. 350-ലധികം സിനിമകളിൽ നടി കനകലത അഭിനയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി മാനസ മനോജ് ചേർന്നു. മാനസ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മുതൽ തന്നെ കണ്ടു പരിചയമുള്ള ഒരു മുഖമാണ്. സീരിയലിലൂടെ ആയാലും സിനിമകളിലൂടെ ആയാലും ടെലിവിഷൻ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു നിറസാന്നിധ്യമായിരുന്നു കനകലത. എങ്ങനെയായിരുന്നു അന്ത്യം? മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും എനിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമകളിലും അതോടൊപ്പം തന്നെ തമിഴ് ഉൾപ്പെടെ തെന്നിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിന്ന ഒരു പ്രധാന നടി തന്നെയായിരുന്നു കനകലത. നിരവധി വേഷങ്ങളിലൂടെയാണ് മലയാളികൾക്ക് മുന്നിലും തമിഴ് ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 350-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പാർക്കിൻസൺസ് രോഗബാധയെ തുടർന്ന് ചികിത്സയിൽ തുടരവെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് വസതിയിൽ വെച്ച് അല്പസമയം മുൻപ് മരണം സംഭവിക്കുന്നത്. മലയാള സിനിമയിൽ മാത്രമല്ല നിരവധി സീരിയലുകൾ ഉൾപ്പെടെയുള്ളതിൽ കനകലത അഭിനയിച്ചിട്ടുണ്ട്. വെള്ളിത്തിരയിലെത്തിയ കനകലത 90-കളിൽ തന്നെ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളാണ് ചെയ്തത്. 150ഓളം മലയാള സിനിമകളും അതോടൊപ്പം തന്നെ തമിഴ് ഉൾപ്പെടെ തെന്നിന്ത്യൻ സിനിമകൾ മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ 350-ൽ പരം സിനിമകളിലാണ് കനകലത അഭിനയിച്ചിരിക്കുന്നത്. സീരിയലുകളാണെങ്കിലും 30-ലധികം സീരിയലുകളിലും കനകലത വേഷമിട്ടു. പ്രധാന കഥാപാത്രങ്ങളൊക്കെയും കിട്ടിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. കിരീടം, വർണ്ണപ്പകിട്ട്, അതോടൊപ്പം തന്നെ രാജാവിന്റെ മകൻ, ജാഗ്രത, അനിയത്തിപ്രാവ്, ഹരികൃഷ്ണൻസ് തുടങ്ങി പ്രേക്ഷകരിലെ ഇടം പിടിച്ച നിരവധി മലയാള സിനിമകളിൽ പ്രധാന വേഷങ്ങൾ ഉൾപ്പെടെ അഭിനയിച്ച ഒരു നടി കൂടിയാണ് കനകലത. അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായ ഏത് വേഷവും നല്ല ഗംഭീരമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയും അഭിനയത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു പാർക്കിൻസൺസ് രോഗം പിടിപെട്ടത്. ആ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണവും സംഭവിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് വസതിയിൽ വെച്ച് തന്നെയായിരുന്നു അന്ത്യം. സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നാളെയായിരിക്കും നടക്കുക. ഈ തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. മനസ, നിരവധി സിനിമകൾ, ഒരു സിനിമയിലെ സഹനടി അതല്ലെങ്കിൽ ഒരു വില്ലത്തി വേഷം ഒക്കെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു നടിയായിരുന്നു കനകലത. നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് നിരവധി കഥാപാത്രങ്ങളായിരിക്കും കനകലത അന്തരിച്ചു എന്ന വാർത്തകൾ വരുമ്പോൾ തന്നെ ഓടിയെത്തുന്നത്. അത്തരത്തിൽ കണ്ട പ്രേക്ഷകരുടെ എല്ലാം മനസ്സിലൊരു ഇടം നേടാൻ കനകലതയ്ക്ക് സാധിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം 350-ലധികം ചിത്രത്തിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആ കാലത്തുണ്ടായ ഒട്ടുമിക്ക പ്രധാന നായകന്മാരുടെ എല്ലാം കൂടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടാകണം. അത്രയേറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു അഭിനേത്രി കൂടിയായിരുന്നു കനകലത. തീർച്ചയായും എനിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകത്തിലൂടെയാണ് നടി സിനിമയിലേക്ക് എത്തുന്നത്. നിരവധി നാടകത്തിലാണ് വേഷമിട്ടിരിക്കുന്നത്. പ്രമാണി, ഇന്ദുലേഖ, സ്വാതി തിരുനാൾ തുടങ്ങിയ പ്രധാന നാടകങ്ങളിലൊക്കെയും കനകലത അഭിനയിച്ചു. സിനിമയിലേക്ക് അവസരം കിട്ടുന്നത് അതൊരു ചെറിയ വേഷമാണെങ്കിൽ കൂടിയും വേഷങ്ങളിലൂടെയായിരുന്നു നടി കനകലത അഭിനയിച്ചിരുന്നത്. നാടകത്തിൽ നിന്ന് സിനിമാ രംഗത്തേക്ക് എത്തുന്നു. സിനിമാ രംഗത്തും അതോടൊപ്പം തന്നെ സീരിയലുകളിൽ ഉൾപ്പെടെ ടെലിവിഷനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന നടിയാണ്, സിനിമാ താരമാണ്. ഈ 350-ലധികം സിനിമകളിൽ അഭിനയിക്കുന്നു. ഈ 350 സിനിമകളിൽ പ്രധാനമായും മലയാള സിനിമകളിൽ എടുത്തു പറയാൻ ചില്ല്, അതോടൊപ്പം തന്നെ കിരീടം, ജാഗ്രത, കരിയിലെ കാറ്റ് പോലെ, എന്റെ സൂര്യപുത്രിക്ക്, കൗരവർ, അമ്മയാണ് സത്യം, ഇതൊക്കെയും പ്രേക്ഷകരിലെ ഇടം പിടിക്കുന്ന സിനിമയാണ്. അതിലൊക്കെയും ഒരു വേഷം ഈ നടി കനകലത അഭിനയിച്ചു തീർത്തു. അതോടൊപ്പം തന്നെ അഭിനയത്തെ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിലുടനീളം കൊണ്ടുപോയി. സിനിമാ രംഗത്ത് വലിയ പ്രാധാന്യം കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് പോയി. അതിനിടയിലാണ് ഇത്തരത്തിൽ പാർക്കിൻസൺസ് രോഗം പിടിപെടുന്നതും തുടർന്ന് മറവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതും. അങ്ങനെ ചികിത്സയിലിരിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കുമ്പോഴും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു നടി തന്നെയായിരുന്നു. അതിപ്പോ നേരത്തെ വിൻസ സൂചിപ്പിച്ചതുപോലെ തന്നെ വില്ലൻ വേഷങ്ങളിലെത്തിയാലും അല്ലെങ്കിൽ സാധാരണ വേഷങ്ങളിലെത്തിയാലും പ്രേക്ഷകർ എന്നും ഈ നടി കനകലതയ്ക്ക്
പ്രത്യേക പരിഗണന നൽകിയിരുന്നു, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വേഷങ്ങളിൽ എത്തുന്നു, അതൊക്കെയും പ്രേക്ഷകരിലേക്ക് വലിയ നിറഞ്ഞ സ്വാധീനം തന്നെയായിരുന്നു ഉണ്ടാക്കിയെടുത്തത്. ഏതായാലും സിനിമാ രംഗത്ത് ഒരു വിയോഗം തന്നെയാണ് നടി കനകലത. നേരത്തെ നിരവധി സിനിമാ പ്രേമികൾ ഉൾപ്പെടെ നടി കനകലതയെ ഒരു നോക്ക് കാണാനായി, അല്ലെങ്കിൽ കനകലതയുടെ സിനിമ കാണാനായി തിയേറ്ററുകളിലും എത്താറുണ്ടായിരുന്നു. അത്തരത്തിൽ ഏത് വേഷമാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു തീർക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും കനകലത ശ്രദ്ധ പിടിച്ചിരുന്നു. ഏതായാലും സിനിമാ ലോകത്ത് വലിയൊരു വിയോഗം തന്നെയാണ് നടി കനകലതയുടെ ഈ അന്ത്യവാർത്ത.